السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും നമുക്കാവശ്യമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതം നിശ്ചയിച്ചതുപോലെ തന്നെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട്. ജനിച്ച ഏതൊരാളും മരിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ പൊതുവായ സുന്നത്താണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തെ രുചിക്കുന്നതാണ്, അതായത് മരിക്കുന്നതാണ് എന്ന്. അത് ഇന്ന സമയത്ത് ഇന്ന വയസ്സായാൽ അങ്ങനെയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ അത് ചെറിയ കുട്ടിയായാലും ശരി, യുവാവായാലും ശരി, വൃദ്ധനായാലും ശരി, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വരും. അത് എവിടെയായിരുന്നാലും ശരി, മരണത്തിന് ഇന്ന സമയം എന്നത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തതുപോലെ ഇന്ന സ്ഥലത്ത് എന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല. നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നാം മരണപ്പെട്ടോളൊന്നില്ല. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് അള്ളാഹു നമ്മെ എത്തിക്കുകയും അവിടുന്ന് അള്ളാഹു നമ്മുടെ റൂഹ് പിടിക്കുകയും ചെയ്യും. മരിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആർക്കും സാധിക്കുകയുമില്ല. ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല, ഇനിയും എനിക്ക് ജീവിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പം മരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് സമയം നീട്ടിക്കിട്ടുകയില്ല. മരിക്കാതിരിക്കാൻ അയാൾ എന്ത് സംവിധാനം ഉണ്ടാക്കിയിട്ടും കാര്യവുമില്ല. എവിടെയായിരുന്നാലും മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഒരു ഭദ്രമായ കോട്ടക്കുള്ളിലായാലും ശരി. മരണം പിടിപെടാതിരിക്കാൻ വലിയ കോട്ടയുണ്ടാക്കി കോട്ടക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ശരി, അല്ലെങ്കിൽ ഒരുപാട് പരിവാരങ്ങളെ ചുറ്റും നിർത്തി മരണത്തെ തടുക്കാൻ ശ്രമിച്ചാലും മരണം പിടികൂടുക തന്നെ ചെയ്യും. അത് അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞ തീരുമാനമാണ്, അതിൽ മാറ്റമില്ല. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഓ നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നുമാണോ പേടിച്ചോടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുറപ്പാണ്. അപ്പോൾ ജീവിച്ച ഓരോരുത്തരും മരിക്കുമെന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അള്ളാഹു ആണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ, മരിച്ചതിന് ശേഷവും ബാക്കിയാകുന്ന അമലുകൾ ബാക്കിയാക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ വിജയിച്ചവരുടെ കൂട്ടത്തിലാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മരണം ഒരു വാതിലാണ്. ആ വാതിലിലൂടെ എല്ലാവരും പ്രവേശിക്കും. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ മരണമാകുന്ന വാതിലൂടെ കടന്ന് സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും വീട്ടിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നാം പണിയെടുക്കേണ്ടതുണ്ട്, പാടുപെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കാതെ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർക്ക്
സ്വർഗീയാനുഭൂതി ലഭിക്കുകയില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സന്തോഷവും റാഹത്തും കിട്ടുകയില്ല. ഒരു കവി പാടിയതുപോലെ അൽ മൗതു ബാബുൻ കുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശിഅരി ബഅദൽ ബാബി മദ്ദാറു. മരണം ഒരു വാതിലാണ്, എല്ലാ ജനങ്ങളും ആ വാതിലിലൂടെ പ്രവേശിക്കും. ഹോ, എനിക്കറിയില്ല ആ വാതിലിന് ശേഷം ഏതാണ് വീട് എന്ന്. അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ തുള്ളിൽ ഇലാഹ വ ഇൻ കസ്സർത ഫന്നാറു. ഇലാഹിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് നീ ചെയ്യുന്നത് എങ്കിൽ നിന്റെ ആ മരണമാകുന്ന വാതിലൂടെ കയറിയാൽ കിട്ടുന്ന വീട് എന്നേക്കുമുള്ള സ്വർഗീയ വീടാണ്. ഇനി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിഷയത്തിൽ നീ വീഴ്ച വരുത്തിയാൽ നിന്റെ വീട് അത് നാറാണ്, നരകമാണ്. ഹുമാ മഹല്ലാനി മാലിൻ നാസി ഗൈറുഹുമാ ഫൻദുർ ലിനഫ്സിക മാദാ അൻത തഖ്താറു. ജനങ്ങൾക്ക് ഈ രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ മരണത്തിന് ശേഷം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് നീ ആലോചിക്കുക, നീ ഇതിൽ ഏത് വീടാണ് സെലക്ട് ചെയ്തത് എന്ന്. നമ്മൾ സെലക്ട് ചെയ്യണം മരണത്തിന് ശേഷമുള്ള എൻ്റെ വീട് എന്താകണം എന്നുള്ളത്. ഏത് സമയവും സംഭവിക്കാവുന്ന മരണം, ആരിലും സംഭവിക്കാവുന്ന മരണം, അത് വന്നെത്തുന്നതിന് മുമ്പായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ എന്നത് നാം ഓരോരുത്തരും ആലോചിക്കണം. ഞാൻ മരിച്ചാലും ബാക്കിയാകുന്ന എന്ത് അമലുകളാണ് എൻ്റെ പക്കലുള്ളത് എന്നും നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പായി 5 കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? 1, ശബാബക ഖബ്ല ഹർമിക. ശബാബക ഖബ്ല ഹർമിക, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യുവത്വമാണത്. നീ വയസ്സാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. യുവത്വകാലത്ത് ചെയ്യാൻ പറ്റുന്ന പലതും വാർദ്ധക്യകാലത്ത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ യുവത്വകാലത്തെ ഉപയോഗപ്പെടുത്തിയാൽ വാർദ്ധക്യകാലത്ത് അത് ചെയ്യാൻ പറ്റാത്ത നിരാശ നമുക്കുണ്ടാകുകയില്ല. കാരണം വാർദ്ധക്യകാലത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഉദ്റാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് യുവത്വകാലം. ആ യുവത്വ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന്. ആരോഗ്യമുള്ള അവസ്ഥയിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. രോഗിയാകിക്കഴിഞ്ഞാൽ നാം പല പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കേണ്ടി വരും. നമുക്ക് സാധിച്ചോളണമെന്നില്ല, ആഗ്രഹിച്ചാൽ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വസിഹതക ഖബ്ല സഖമിക, നിന്റെ രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗിനാക ഖബ്ല ഫഖരിക, നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നാവസ്ഥ അതിനെ നീ ഉപയോഗപ്പെടുത്തണം. സമ്പന്നനായ അവസ്ഥയിൽ നിനക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ പറ്റും. സമ്പത്തിനെ നിനക്ക് ദീനിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ദാരിദ്ര്യമായി കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ തന്നെ പൂർത്തിയാക്കാൻ നിനക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സമ്പത്ത് ഉള്ള അവസ്ഥയിൽ ആ സമ്പത്തിനെ നിനക്ക് ബാക്കിയാകുന്ന അമലാക്കി നീ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ഉപദേശിച്ചു. നാലാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫറാഗക ഖബ്ല ശുഗ്ലിക, നീ ബിസിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം, തിരക്കാകുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം, വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. ആ സമയം ഉപയോഗപ്പെടുത്താതിരുന്നാൽ പിന്നീട് തിരക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പലതും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തിരക്കുണ്ടാകുന്നതിന് മുമ്പ്, ജീവിതത്തിൽ ബിസി വരുന്നതിന് മുമ്പ്, പല വിഷയങ്ങളിലും ഇടപെടേണ്ട അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള അവസരങ്ങളെ, ഒഴിവ് സമയങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മനുഷ്യർ അധിക പേരും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്.
നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാ. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യവും രണ്ട് ഒഴിവ് സമയവുമാണ്. അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക. നിനക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിന്റെ അവസ്ഥ, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റും, ചെലവ് ചെയ്യാൻ പറ്റും, ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും, ദഅവത്ത് ചെയ്യാൻ പറ്റും, ദീനീ സംരംഭങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കാൻ പറ്റും, സഹകരിക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം എന്നെ ഒന്ന് മടക്ക്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അള്ളാഹു മടക്കുകയില്ല. ധാരാളം ആയാത്തുകളുടെയും ഹദീസുകളുടെയും അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മരിച്ചതിന് ശേഷം പലരും ആഗ്രഹിക്കും ഒന്ന് മടക്കി ജീവിതം തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന്. ഒരിക്കലും കിട്ടുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക എന്ന്. ഇമാം ഷാഫിയുടേതായി ഒരു കവിത പണ്ഡിതന്മാർ പറയാറുണ്ട്. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. തസവ്വദ് മിനത് തഖ്വ, നീ തഖ്വ നേടിയെടുക്കുക. ഫഇന്നക ലാ തദ്രി, കാരണം നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, രാത്രി ആയി കഴിഞ്ഞാൽ നീ പ്രഭാതം വരെ ജീവിക്കുമോ എന്ന്. രാവിലെ ആകുമ്പോഴേക്ക് മരിച്ചേക്കാം. രാവിലെ ആകും, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആകും എന്ന് ആഗ്രഹിച്ച പലരും രാവിലെ ആകുമ്പോഴേക്ക് മരണപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാടിയതുപോലെ, കുല്ലു മ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. എല്ലാവരും അവന്റെ കുടുംബത്തോടൊപ്പം പ്രഭാതത്തിലാകുന്നു, അതായത് പ്രഭാതത്തിലാകുമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്നു, പ്രഭാതത്തിലാവുകയാണ്, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് മരണം എന്ന്. അതുകൊണ്ട് ഇമാം ഷാഫി ഉണർത്തുകയാണ്, നിനക്കറിയില്ല രാത്രി ആയാൽ രാവിലെ വരെ നീ ജീവിക്കോ എന്ന്, അതുകൊണ്ട് നീ തഖ്വ മുറുകെ പിടിക്കുക എന്ന്. അദ്ദേഹം പറയാണ്, ഫകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ. എത്ര എത്ര പുതുനാരികളാണ്, മണവാട്ടികളാണ് അവളുടെ ഭർത്താവിന് വേണ്ടി ഭംഗിയാക്കപ്പെട്ടിട്ടുള്ളത്. അവളെ പലരും കുടുംബക്കാരൊക്കെ അണിയിച്ചൊരുക്കിയത് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. എന്നാൽ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, എന്നാൽ അള്ളാഹിന്റെ തീരുമാനപ്രകാരം ആ ഭർത്താവിന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് പുതുനാട്ടി മരണപ്പെട്ടു പോകുന്ന അവസ്ഥ എത്ര ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം, എത്ര എത്ര ചെറിയ മക്കളാണ്, ആ മക്കളുടെ വിഷയത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആളാകും, വലിയ നിലയിലെത്തും, ഇവരൊക്കെ വളർന്ന് വലിയ ആളാവുമെന്ന് ആഗ്രഹിച്ച, വലിയ നിലവാരത്തിലെത്തുമെന്ന് ആഗ്രഹിച്ച എത്ര എത്ര പിഞ്ചു മക്കളാണ്. വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമത്തൽ ഖബ്രി, അവരുടെ റൂഹുകളെ ഖബറിന്റെ ഇരുട്ടിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വലുതാകുന്നതിന് മുമ്പ് അവരൊക്കെ മരിച്ചുപോയി. ചെറിയ മക്കളാണ്, വലുതാകും വലിയ ആളാകും എന്നൊക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷേ അതായില്ല. അതിനു മുമ്പ് മരിച്ചുപോയ എത്ര കുഞ്ഞു മക്കളുണ്ട്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. എത്ര എത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവുമില്ലാതെ മരിക്കുന്നത്. എന്നാൽ രോഗിയായി കിടന്ന പലരും കാലങ്ങളോളം ജീവിച്ചിട്ടുമുണ്ട് എന്ന്. നമ്മളെന്താ ചെയ്യുക? രോഗിക്ക് വിധി എഴുതും, ഓൻ മരിക്കാനായി, ഓൻ രോഗിയാണ്, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. വിധി എഴുതിയ ഈ ആരോഗ്യവാൻ ആ രോഗി മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. രോഗിയോ കാലങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. ഒരു കവി പാടിയതുപോലെ, രോഗം പിടിച്ചവർക്ക് എത്രയോ സുഖം വന്നേ, സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്നേ. രോഗം പിടിച്ച പലർക്കും സുഖം വന്നു, പക്ഷേ രോഗിയെ കാണാൻ പോയ, സന്ദർശിക്കാൻ പോയ പലരും മരിച്ചുപോയി. ചികിത്സിച്ച വൈദ്യൻ തന്നെ മണ്ണിലമർന്നേ, അവർക്കുള്ള രോഗികളോ ഹയാത്തിൽ തന്നെ. ആ രോഗിയെ ചികിത്സിച്ച ഡോക്ടർ മരിച്ചുപോയി, പക്ഷെ രോഗി ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അതൊന്നും ആർക്കും പറയാൻ പറ്റൂല, ആരാ മരിക്കുക ആരാ ജീവിക്കുക എന്നൊക്കെ. രോഗിയാണ്, ഇനി ജീവിക്കൂല എന്ന് പറഞ്ഞവർ ജീവിച്ചും കാലങ്ങളോളം. ആരോഗ്യവാനാണ്, ഞാൻ ഇപ്പൊ ഒന്നും മരിക്കൂല എന്ന് ധരിച്ചവർ പലരും മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആണ് ഇമാം ഷാഫി പറയുന്നത്, വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗമില്ലാതെ എത്ര ആരോഗ്യവാന്മാരാണ് മരണപ്പെട്ടു പോയത്.
വകം മിൻ സഖീമിൻ ആശ ഹീനം മിന ദഹരി, എത്ര എത്ര രോഗികളാണ് കാലങ്ങളോളം ജീവിച്ചത് എന്ന്. അദ്ദേഹം വീണ്ടും പറയാണ് വകം മിൻ ഫത അംസ വഅസ്ബഹ ലാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി, എത്ര എത്ര യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചിരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞു തീർക്കുന്നത്, എന്നാൽ അവരറിയുന്നില്ല അവർക്കുള്ള കഫൻ പുടവ നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്, തുന്നപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. രാവിലെയും വൈകുന്നേരവും ചിരിച്ചു കളിക്കുന്ന ഒരുപാട് യുവാക്കള്, ഭൗതിക രസങ്ങളിൽ സുഖങ്ങളിലായി കഴിഞ്ഞുകൂടുന്നവർ, അല്ലെങ്കിൽ ആരോഗ്യവാനാണ്, ഞാൻ യുവാവാണ്, ഞാൻ മരിക്കൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് നടന്ന എത്രയോ പേർ അവരറിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടി കഫൻ പുടവ നെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയാൻ വകം സാകിനിൻ ഇൻദ സബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബരി, എത്ര എത്ര കൊട്ടാരങ്ങളിൽ രാവിലെയും വൈകുന്നേരവും താമസിച്ച ആളാണ്. കൊട്ടാരങ്ങളിൽ താമസിച്ച ആള് ഇപ്പോൾ അവൻ കൊട്ടാരവാസിയല്ല, ഖബറുവാസിയാണ്, ഖബറാളിയാണ്, ഖബറിൽ കിടക്കുന്ന ആളാണ്. കൊട്ടാരത്തിൽ കിടന്ന് സുഖാനുഭൂതികളുടെ എല്ലാ സീമകളിലും കയറി ചെന്നവൻ ഇന്ന് ഖബറിന്റെ ഇരുട്ടിൽ കിടന്നുറങ്ങാണ്. കൊട്ടാരത്തിൽ കിടന്നതും കൊണ്ട് ഖബറില്ലാണ്ടാവൂല അവൻക്ക്. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റും നിന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ. വലിയ കൊട്ടാരത്തിൽ വലിയ രാജാവായി നീണാൾ വാണ പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. വലിയ വലിയ ആൾക്കാരുടെ അകമ്പടിയോടെ വലിയ വലിയ നേതാവായി നടന്നവരൊക്കെ ഇന്ന് ഖബറിന്റെ അടിയിലാണ്. മരണം ആരെയും മുറ്റിട്ടില്ല. അതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ് ഫദാവിം അലാ തഖ്വല്ലില്ലാഹി ഫഇന്നഹാ അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശരി, നീ തഖ്വ മുറുകെ പിടിക്കുക, അത് നാളെ പരലോകത്ത് നിനക്ക് നിർഭയത്വമാണ്, അമാനാണ് എന്ന് ഇമാം ഷാഫി പറയാൻ. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, നീ തഖ്വ മുറുകെ പിടിക്കുക, തഖ്വ നേടിയെടുക്കുക, നീ രാത്രിയായാൽ നിനക്കറിയില്ല നീ പ്രഭാതത്തിലാകുമോ എന്ന്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് നാം പണിയെടുക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മിൽ മാത്രം ഒതുങ്ങിയത്, രണ്ട് മറ്റുള്ളവർക്കും ഉപകാരം കിട്ടുന്നത്. നാം നമുക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഇബാദത്തുകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം അത് നിലച്ചു പോകും. മരണത്തിന് ശേഷവും ബാക്കിയാകുന്ന അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ നഫ്സിനെ ജീവിപ്പിക്കണം. നമ്മൾ ശരീരത്തിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാം ആത്മാവിന് ജീവൻ നൽകുന്നില്ല. ആത്മാവിന് വേണ്ട ഭക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം. യാ ഖാദിമൽ ജിസ്മി കം തഷ്ക ബിഖിദ്മതിഹി ലിതത്ലുബ മാ ഫീമാ ലാ ലിതത്ലുബ റിബ്ഹ ഫീമാ ലഹു ഖുസ്റാനു, നഷ്ടം മാത്രമുള്ള ഒരു കാര്യം, ഒരു ലാഭം നേടാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിന് വേണ്ടി നീ എത്ര ഖിദ്മത്താണ് ചെയ്തത്. അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹ അൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു, നീ നിന്റെ നഫ്സിനെ പുഷ്ടിപ്പെടുത്തുക. നീ ആത്മാവ് കൊണ്ടാണ് മനുഷ്യനാകുന്നത്, ശരീരം കൊണ്ടല്ല എന്ന്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ബാക്കിയാകുന്ന അമലുകളെ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് നമ്മളെ കർമ്മങ്ങളെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നോരോന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു വഅൻ ഇൽമിഹി ഫീമാ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു. അവൻ നാളെ പരലോകത്ത് ഒരു അടിമക്ക് അവന്റെ കാലിനെ നീക്കാൻ സാധിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെ കാൽ നീങ്ങുകയില്ല. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, കാല് നീങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കും പോവില്ല, നരകത്തിലേക്കും പോവില്ല. കാൽ അനക്കാൻ പറ്റൂല,
4 കാര്യങ്ങൾ അവനോട് ചോദിക്കും, അതിന് മറുപടി പറയാതെ. ഒന്നാമത്തെ ചോദ്യം, അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, നിന്റെ ആയുസ് നീ എന്തിൽ ചെലവാക്കി, നിന്റെ ആയുസ് നീ എന്തിൽ ചെലവാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്ന് ചോദിച്ചതിന്റെ മറുപടി പറയാതെ നിന്റെ കാലനക്കാൻ പറ്റുകയില്ല എന്ന്. വൻ ഇൽമിഹി ഫീമാ ഫഅല, നീ പഠിച്ചെടുത്ത ഇൽമ്, അറിവ്, അതുകൊണ്ട് നീ എന്ത് ചെയ്തു എന്നും ചോദിക്കാതെ അതിന് മറുപടി കിട്ടാതെ കാലനക്കാൻ പറ്റുകയില്ല എന്ന്. വഅമ്മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, സമ്പത്തിനെ കുറിച്ചും ചോദിക്കും, നീ എവിടുന്നാണ് സമ്പാദിച്ചത്, ഈ പൈസ എവിടുന്ന് കിട്ടി, ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട് സമ്പാദിച്ചാണോ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സമ്പാദിച്ചതാണോ, അതേപോലെ തന്നെ ഇത് എവിടെ ചെലവാക്കി, അള്ളാഹു ചെലവാക്കാൻ പറഞ്ഞിടത്താണ് ചെലവാക്കിയത്, ഇതൊക്കെ കൃത്യമായ മറുപടി പറയാതെ കാലനക്കാൻ പറ്റുകയില്ല എന്ന്. വഅൻ ജിസ്മിഹി ഫീമാ ബുലാ, അവന്റെ ശരീരത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും, ആ ശരീരം എന്തിലായിട്ടാണ് നശിപ്പിച്ചത് എന്ന്, ആ ശരീരത്തെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് അള്ളാഹു നാളെ നമ്മോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായി നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ നാളെ നമുക്ക് ഉപകരിക്കുന്ന കർമ്മങ്ങളാണോ, അതേപോലെ തന്നെ മരിച്ചതിന് ശേഷം ബാക്കിയുള്ള കർമ്മങ്ങളാണോ, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നുഹിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നാം ആണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. മരിച്ച എല്ലാവരെയും അള്ളാഹു ജീവിപ്പിക്കും. അപ്പോൾ മനസ്സിലാക്കാം, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല. ആ മരിച്ചതിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധം എപ്പോഴും വിച്ഛേദിക്കപ്പെടാം. അനശ്വരമായ ജീവിതം പരലോക ജീവിതമാണ്. ഭൗതിക ജീവിതം, ദുന്യവിയായ ജീവിതം നശ്വരമാണ്. അല്ലാഹു പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പ്രവർത്തനങ്ങളെയും നാം എഴുതി വെക്കും. ആ പ്രവർത്തനങ്ങൾ മാത്രമല്ല, വആസാറഹും, അവരുടെ ആസാറുകളെയും. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, മാ ഖദ്ദമു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ആസാറഹും എന്നതുകൊണ്ട് ഉദ്ദേശം നാം ബാക്കിയാക്കിയ കാര്യങ്ങളാണ്. നമുക്ക് മരിച്ചതിന് ശേഷം കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങൾ. നാം പള്ളി പണിതാൽ നാം മരിച്ചതിന് ശേഷം ആ പള്ളിയിൽ ആരൊക്കെ നിസ്കരിക്കുന്നോ അതിൻ്റെയൊക്കെ കൂലി ഖബറിൽ നമുക്ക് കിട്ടും. നാം ഇൽമു പഠിപ്പിച്ചാൽ അതുകൊണ്ട് ആരൊക്കെ അമൽ ചെയ്യുന്നുവോ, അത് ആരൊക്കെ അവർ പഠിപ്പിക്കുന്നുവോ, ആർക്കൊക്കെ ദഅവത്ത് ചെയ്യുന്നോ അതിൻ്റെ എല്ലാം കൂലി നമുക്ക് കിട്ടും. നാം ഒരു ഖുർആൻ വഖഫ് ചെയ്താൽ ആ ഖുർആൻ ആരൊക്കെ ഓതുന്നോ അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. നാം ഒരു പൊതു കിണറായിട്ട് കിണർ കുഴിച്ചു കൊടുത്താൽ ആ കിണറിൽ നിന്ന് ആരൊക്കെ വെള്ളം കുടിക്കുന്നുവോ അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. അങ്ങനെ ബാക്കിയാകുന്ന അമലുകൾ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസ, മയ്യിത്തിനെ 3 പേർ പിന്തുടരും. അഹ്ലുഹു വ മാലുഹു വ അമലുഹു, അവന്റെ കുടുംബക്കാർ. അഹ്ലുഹു, അവന്റെ ഉറ്റവർ, ഉടയവർ, ഉപ്പ, സഹോദരന്മാർ പോലുള്ള കുടുംബക്കാർ. അഹ്ലുഹു വ മാലുഹു, അവന്റെ പരിചയക്കാർ. ഇവിടെ മാലുഹു കൊണ്ട് ഉദ്ദേശം സമ്പത്തല്ല, മറിച്ച് നമ്മുടെ സമ്പത്തിന്റെ പേരിൽ നമ്മളെ സ്നേഹിച്ചവർ, നമ്മൾ അറിയപ്പെട്ടതിന്റെ പേരിൽ നാവുമായി ബന്ധമുള്ളവർ, നമ്മുടെ കുടുംബക്കാരല്ലാത്തവർ. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മാലുഹു കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. നമ്മുടെ സമ്പത്ത് നമ്മുടെ കൂടെ വരൂല. ഇവിടെ സമ്പത്ത് കൊണ്ട് ഉദ്ദേശം നമ്മുടെ സമ്പത്തിന്റെ പേര് നമ്മളെ സ്നേഹിച്ചവർ, അതായത് നമ്മുടെ അഹ്ലല്ലാത്ത, ഉറ്റവരും ഉടയവരുമായ നമ്മുടെ കുടുംബക്കാരല്ലാത്ത പുറത്തുള്ള നമ്മളെ പരിചയമുള്ളവരും നമ്മളെ ഫോളോ ചെയ്യും, നമ്മുടെ ജനാസയെ ഫോളോ ചെയ്യും. വഅമലുഹു, അവന്റെ കർമ്മവും നമ്മളെ ഫോളോ ചെയ്യും, നമ്മുടെ കർമ്മങ്ങളും നമ്മളെ ഫോളോ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പേർ മടങ്ങിപ്പോകും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, ഈ 3 പേരിൽ 2 പേർ മടങ്ങിപ്പോകും, 1 അവന്റെ കൂടെ അവിടെ ബാക്കിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലു ഫയർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അവന്റെ കുടുംബക്കാരും അഹ്ലും മാലും മടങ്ങിപ്പോകും, അവന്റെ അമല് അവന്റെ കൂടെ അവിടെ ബാക്കിയാകും. നമ്മുടെ അമലാണ്
ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകുക. നമുക്ക് നാളെ ഖബറിൽ പ്രകാശമായി നമ്മുടെ കൂടെ ഉണ്ടാകുക നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പോൾ മരിച്ചതിന് ശേഷം ഖബറിൽ പ്രകാശം കിട്ടാനുള്ള കർമ്മങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ബാക്കിയാകുന്ന അമലുകളെ ബാക്കിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകുന്നതാണ്, സ്റ്റോപ്പാവും, നിശ്ചലമാകും. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ. ഇതൊന്നും ബാക്കിയാകുന്ന അമലാണ് ജാരിയായ സദഖ. പള്ളി എടുക്കാൻ വേണ്ടി, ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ ഖുർആനും ഹദീസും പോലുള്ള ദീനി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പൊതുവായി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കിണർ പോലുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങൾ, നമ്മൾ സംരംഭങ്ങൾ നമ്മൾ ബാക്കിയാക്കി അതൊക്കെ ജാരിയായ സദഖയാണ്. ഖുർആൻ വഖഫ് ചെയ്യല് പോലുള്ള കാര്യങ്ങളൊക്കെ അത് ബാക്കിയാകും, അത് നിലച്ചു പോവുകയില്ല. നമ്മൾ മരിച്ചാലും അതിന്റെ കൂലി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, നമ്മൾ പഠിച്ചത്, അത് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്തത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തത്, അവർ ചെയ്യുന്ന അമലിന്റെ കൂലി നമുക്ക് കിട്ടും. അവരാരൊക്കെ അത് പഠിപ്പിക്കുന്നു അതിന്റെ കൂലി നമുക്ക് കിട്ടും. അവരാരൊക്കെ ദഅവത്ത് ചെയ്യുന്നു അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഒരിക്കൽ നിന്നു പോവില്ല. ഇൽമിന്റെ പ്രചാരകരായി കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് കിട്ടാനുള്ളത്. ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത്, ഇൽമു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വ്യക്തി ചെയ്യുന്ന വലിയ നേട്ടങ്ങൾ സമ്പാദിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത വലിയ വലിയ ഇമാമുമാർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, എന്നാൽ അവരുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് വായിക്കപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു. അതിൻ്റെയൊക്കെ കൂലി അവർക്ക് കിട്ടാൻ. ചിലപ്പോൾ ഒരു വാള്യമായിരിക്കും അവർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ടാകുക, നാളെ പരലോകത്ത് 1000 വാള്യങ്ങളായി അവർക്കത് തിരിച്ചു കിട്ടും. അവരെഴുതിയ ഗ്രന്ഥം വായിച്ചവർ, പഠിച്ചവർ നിരവധിയാണ്. ഒരുപാട് ഉലമാക്കൾ, താലിബുൽ ഇൽമ് അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. സഹാബാക്കൾ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹുമ പോലുള്ള ഒരുപാട് സഹാബാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പോലുള്ള പ്രഗൽഭരായ സഹാബാക്കൾ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കൂലി അവർക്ക് കിട്ടാൻ. ഒരിക്കലും പാഴായി പോകാത്ത ഒരു വലിയ സംരംഭമാണ് ഇൽമിന്റെ മേഖലയിൽ ഏർപ്പെടുക എന്നുള്ളത്, ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത്, ദീൻ ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, ദീനി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. നിലച്ചു പോകാത്ത, മുറിഞ്ഞു പോകാത്ത അമലാണത്. നാം മരണപ്പെട്ടു പോയാൽ നമ്മളെ ഖബറിൽ അതിന്റെ പ്രകാശം വന്നുകൊണ്ടിരിക്കും, അതിന്റെ കൂലി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാൻ, അതിനുവേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും ചെലവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ അതിനെ സമയം കണ്ടെത്തിയെടുക്കണം. മുറിഞ്ഞു പോകാത്ത അമലാണത്. വലിയ വലിയ പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ ദീനിന് വേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും ചെലവ് ചെയ്തു, ഉറക്കം ഒഴിഞ്ഞു പഠിച്ചു, അത് ഒരുപാട് പേരെ പഠിപ്പിച്ചു, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ഇന്ന് അവരുടെ പേരിൽ മദ്ഹബുകൾ നിലനിൽക്കുകയാണ്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അവരെ ഫോളോ ചെയ്യാൻ. അവർ പഠിപ്പിച്ച അഖീദ, അവർ പഠിപ്പിച്ചെന്ന ഫിഖ്, അവർ പഠിപ്പിച്ചെന്ന അഖ്ലാഖ്, ഇതൊക്കെ ഇന്ന് പലരും ഫോളോ ചെയ്യാൻ. അവർ ജീവിച്ചത് 50-60 വർഷമാണ്. എന്നാൽ 600-700 കൊല്ലക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആൾക്കാർ ചെയ്യുന്ന അമലുകൾ ഇന്നും അവർ നേടിക്കൊണ്ടിരിക്കാൻ. അവരെ പേര് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ റഹിമഹുല്ല പറയാം. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഇൽമിന്റെ മേഖലയിൽ അവർ നേടിയെടുത്ത വലിയ സമ്പത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞു, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മകൻ. ഈ മകൻ എന്തുകൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിച്ചത്, സ്വന്തം മകനാകാം, ആൺമക്കളുടെ മക്കളാകാം, പെൺമക്കളുടെ മക്കളാകാം, പേരക്കുട്ടികൾ, അതൊക്കെ ഈ മക്കളിൽ പെടുമെന്ന്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ദീനി ബോധമുള്ള മക്കളെ, ദീനിനിഷ്ഠയിൽ ജീവിക്കുന്ന മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വലദിൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞില്ല, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കൾക്ക് നിയ്യത്തില്ലാതെ കിട്ടും.
നീയത്തില്ലാതെ കിട്ടും. കാരണം അള്ളാഹു പറഞ്ഞു മനുഷ്യന് അവൻ സമ്പാദിച്ചത് കിട്ടും, അവൻ സമ്പാദിച്ചത് മാത്രമാണ് അവന് കിട്ടുക. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. അപ്പോൾ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ നീയത്തില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ മരണശേഷവും ദീനനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ മക്കൾ നമുക്കുണ്ട് എങ്കിൽ അതും മുറിഞ്ഞു പോകാത്ത നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെന്നും ബാക്കിയാകുന്ന അമലുകളെ ബാക്കിയാക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വന്തം ജീവിതത്തിൽ ഇബാദത്തുകളും മറ്റും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരം കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, ബാക്കിയാകുന്ന അമലുകൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ള ആളാണ്. ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ള ആള് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ആളാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏതാണ് പ്രവാചകരെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ നീ സന്തോഷം നിറച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ മുതഅദ്ദിയായ മറ്റുള്ളവരിലും ഉപകാരം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് മരിച്ചതിന് ശേഷവും കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടുക. അള്ളാഹു പറഞ്ഞ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നാം ചെയ്ത പ്രവർത്തനങ്ങളും നാം ബാക്കിയാക്കിയ പ്രവർത്തനങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി നമ്മുടെ റെക്കോർഡിൽ, നമ്മുടെ രേഖയിൽ അള്ളാഹു എഴുതി വെക്കുക. നാളെ പരലോകത്ത് സന്തോഷത്തോടു കൂടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവരുടെ പ്രതിഫലവുമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.